തിരുവനന്തപുരം നഗരത്തിൽ തെരുവ് നായ്കൾക്ക് ഭക്ഷണം നൽകാനായി ഫീഡിംഗ് സ്പോട്ടുകൾ ഒരുങ്ങുന്നു. ഫീഡ് ചെയ്യുന്നവർക്ക് പാസും ഏർപ്പെടുത്തും. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നായകൾ അക്രമകാരികളാകുന്നത് പരിഗണിച്ചാണ് ഇത്. പൊതുജന സാന്നിധ്യം കുറഞ്ഞ ഇടങ്ങളാണ് ഫീഡിംഗ് സ്പോട്ടുകളാവുക. ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, സ്റ്റോപ്പുകൾ എന്നിവിടങ്ങൾക്ക് സമീപമുള്ള തിരക്കൊഴിഞ്ഞ പ്രദേശങ്ങൾ ഇതിനായി നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. പീപ്പിൾ ഫോർ ആനിമൽ അടക്കമുള്ള സംഘടനകൾ നായ്ക്കൾക്ക് ഭക്ഷണം നൽകി വരുന്ന 194 സ്ഥലങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഹൈക്കോടതി എൻ്റെ അറിവിൽ ഫീഡിംഗ് പോയിന്റ്സിൽ വെച്ച് മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഫീഡിംഗ് പോയിന്റ്സ് എങ്കിലും വേണം. വിശപ്പാണ് ബേസിക്കലി ഈ മൃഗങ്ങൾ അക്രമശീലം തുടങ്ങാനുള്ള ഒരു റീസൺ. അറവുശാലകളിൽ നിന്ന് ഇറച്ചി മാലിന്യം തെരുവ് നായ്ക്കൾക്ക് നൽകുന്ന സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. ഇറച്ചി മാലിന്യം നീക്കം ചെയ്യാൻ ഏജൻസികളുണ്ടെങ്കിലും പല കടകളിലും മാലിന്യം നായ്ക്കൾക്കാണ് നൽകുന്നത്. ഫീഡിംഗ് സ്പോട്ടുകളും പാസുകളും നിലവിൽ വരുന്നതോടുകൂടി അനധികൃതമായി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് തടയിടാനാകും എന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൂട്ടൽ. ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.